ഈ കാര്യം നമ്മളല്ലാതെ മൂന്നാമതൊരാൾ അറിയരുത്. 20 കോടിയാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത്. ഈ 20 കോടിയുടെ കാര്യം വളരെ ബുദ്ധിപരമായിട്ട് നമ്മൾ കൈകാര്യം ചെയ്യണം. അതാ ഞാൻ പറഞ്ഞത്, നമ്മളായിട്ട് ആരോടും പറയരുത്. ഇത് വേറെ ആരെങ്കിലും അറിഞ്ഞാലേ ഭയങ്കര ന്യൂസാവും. പിന്നെ കാശെന്ന് പറഞ്ഞ് ബന്ധുക്കളും വീട്ടുകാരും എല്ലാവരും വരും. നമ്മളല്ലാതെ മൂന്നാമതൊരു തെണ്ടി ഇത് അറിയരുത്, അതാ പറഞ്ഞത്. അപ്പൊ എന്താ നമ്മൾ തെണ്ടിന്നാണോ ചേച്ചി പറയണേ? അതല്ലടേ, ഞാനൊരു പഞ്ചിന് വേണ്ടി പറഞ്ഞതാടേ. എന്നാ ഓക്കെ. ഈ 20 കോടി കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും? എനിക്ക് കുറേ സ്വർണം വാങ്ങണം. ഓ എടി, സ്വർണത്തിന്റെ കാര്യം വീട് ഇങ്ങനെ ദൂർത്തടിക്കല്ലേ. നമുക്കൊരു 500 പവൻ വെച്ച് മതി. 500 സ്വർണത്തിന് ഇപ്പൊ ഭയങ്കര വിലയല്ലേ. അതുപോലെ തന്നെ ഈ കുന്ത എപ്പോഴാ താഴുകയെന്ന് പറയാൻ പറ്റുമോ? ശരിയാ. എന്നല്ലേ നമുക്കൊരു 1 കോടി രൂപ വെച്ചൊരു ബിസിനസ് അങ്ങോട്ട് തുടങ്ങാം. അയ്യ, എന്തിനാ വെറുതെ പിശുക്കണം? 20 കോടി കയ്യിലിരിക്കല്ലേ, ഒരു 5-6 കോടി അങ്ങ് ഇറക്കിയിട്ടൊരു ബിസിനസ് അങ്ങ് ചെയ്യണം. 5-6 കോടിയാ? പക്ഷെ ലാഭമുള്ള ബിസിനസ് വേണം. ദേ, ഒന്നില്ലെങ്കിൽ ഞാൻ ബിവറേജിൽ ജോലിയുള്ള ഒരു പെണ്ണല്ലേ, ലാഭമുള്ള കാര്യം ഞാൻ പറയുള്ളൂ. ഇതങ്ങ് തുടങ്ങിയാലുണ്ടല്ല, ലോകത്തിന്റെ അറ്റത്തുനിന്ന് വരെ ആൾക്കാർ വന്ന് നമ്മൾ അന്വേഷിച്ചുകൊണ്ട് വരും. ഓ, എനിക്ക് മനസ്സിലായി. ബിവറേജസ് തുടങ്ങാനല്ലേ? അത് കൊള്ളാം. ബിവറേജ്? അതാകുമ്പോഴത്തേക്ക് നമുക്ക് അധികം ചെലവുമില്ല. പിന്നെ സാധനം ആകുമ്പോൾ ചീഞ്ഞു പോകത്തുമില്ലല്ലോ. പിന്നെ ആൾക്കാർ മിണ്ടാണ്ട് നിന്ന് ക്യൂ നിന്ന് സാധനം വാങ്ങിക്കൊണ്ട് പോകും. നമ്മളടുത്തൊരു ബഹുമാനവും കാണും. അത് കൊള്ളാം. ഓ എന്റെ മണ്ടശിരോമിണി, ബിവറേജ് സർക്കാരിനെ തുടങ്ങാൻ പറ്റുള്ളൂ? ആണോ? പിന്നെ അല്ലേ, നമുക്ക് വേണമെങ്കിൽ ബാറ് തുടങ്ങാം. അതാ ഞാൻ ഉദ്ദേശിച്ചത്. ബാറാ? അയ്യോ, അതൊന്നും വേണ്ട. പിന്നെ നമ്മൾ നടന്നു പോകുമ്പോ ആൾക്കാർ പറയില്ലേ കള്ളി ഷാപ്പിലെ പെണ്ണ് പോണ്, കള്ളി ഷാപ്പിലെ പെണ്ണ് പോണ്. എനിക്കൊന്നും വേണ്ട. കള്ളു ഷാപ്പല്ല, ബാറ്. എടി, ബാറ് മുതലാളി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അന്തസ്സല്ലേ. ഉദാഹരണത്തിന് ഞാൻ തന്നെ ബിവറേജിലല്ലേ വർക്ക് ചെയ്യുന്നത്, എനിക്ക് അന്തസ്സിന് വല്ല കുറവുണ്ടാവും. അവിടെ വന്ന് കള്ളു കുടിച്ച് റോട്ടിൽ ബാള് വെച്ച് കിടക്കുമ്പോഴാണ് അന്തസ്സില്ലാത്തത്. അവർക്ക് പെണ്ണുപോലും കിട്ടൂല. പക്ഷെ അതുപോലെയാണോ ബാറ് മുതലാളിക്ക്? അവരെ മക്കളെ കെട്ടാൻ ക്യൂ നിൽക്കും ആൾക്കാർ. എന്നാ ഒരു ബാറ് തുടങ്ങാം. കോടികൾ കയ്യിലിരിക്കല്ലേ, 2-3 അങ്ങ് തുടങ്ങാം. എന്നാ ഓക്കെ. നമുക്കേ എന്നാലും ഫാമും കൂടെ തുടങ്ങിയാലോ? പോത്ത് ഫാം. 5000 രൂപ കൊടുക്കുമ്പോൾ പോത്തിന്റെ കുട്ടിയെ കിട്ടും. അതിനെ വളർത്തി വിറ്റ ഒരു 1.5 ലക്ഷം രൂപ കിട്ടും. 5000 രൂപയ്ക്ക് പോത്തും കുട്ടിയെ? ചെറുതിനെ മേടിച്ചാൽ മറ്റേ ഉണങ്ങി ഇങ്ങനെ മെലിഞ്ഞിരിക്കണം. അതിനെ വാങ്ങിച്ചിട്ട് നമുക്ക് പാടത്താ പറമ്പിലൊക്കെ കൊണ്ടുപോയി കെട്ടി വളർത്തി വലുതാക്കിയിട്ട് വിറ്റ ഒരു 1.5 ലക്ഷം രൂപയെങ്കിലും കിട്ടും. ഞാൻ യൂട്യൂബിൽ കണ്ടിട്ടുണ്ടെന്ന്. എന്ത് എടി, എന്നിട്ട് നമ്മൾ റോട്ടിൽ കൂടെ പോകുമ്പോ ആൾക്കാർ എന്താ പറഞ്ഞ് കളിയാക്കില്ലേ? ദേ പോണ് പോത്ത് കാത്തു, ദേ പോണ് പോത്ത് ദീപ. വേറെ പണിയൊന്നുമില്ല എന്റെ കാത്തു. പിന്നെന്തോ ചെയ്യും? നമുക്കേ ഒരു സിനിമയാണ് പിടിച്ചാലോ? സിനിമയാ? നടക്കണ കാര്യമെല്ലാം പറ. നമ്മൾ ഇത്രയും കാശിരിക്കല്ലേ ചേച്ചി, ഒന്ന് ആലോചിക്കണം. നമ്മൾ ഈ മലയാളത്തിലുള്ള വലിയ സ്റ്റാറിനെ വെച്ചിട്ട് ഒരു സിനിമ അങ്ങോട്ട് പ്രൊഡ്യൂസ് ചെയ്യണം. എന്നിട്ട് പിറ്റേ ദിവസം നമ്മൾ ആ സെറ്റിൽ ഞാനും ചേച്ചിയുടെ കാറിൽ ഇങ്ങനെ ചെല്ലുമ്പോൾ ഇവരൊക്കെ നമ്മളെ കണ്ടിങ്ങനെ എഴുന്നേറ്റ് നിന്ന് ഗുഡ് മോർണിംഗ് പറയണം. ആലോചിച്ചോടി. നടക്കാത്തെന്താ? അങ്ങനെയാണെങ്കിൽ ഞാൻ മമ്മൂക്കയെ കൊണ്ട് ഗുഡ് മോർണിംഗ് മാം എന്ന് പറയിക്കും. ഞാൻ ലാലേട്ടനെ കൊണ്ടും പറയിപ്പിക്കും. നിനക്ക് ലാലേട്ടനെ ഇഷ്ടം? അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്താൽ പോരെ? ഇഷ്ടം പോലെ പൈസ ഇരിക്കല്ലേ, 2 പേരെയും വെച്ചിട്ട് ഒരു ഹരികൃഷ്ണൻ 2 അങ്ങ് സംവിധാനം ചെയ്താലോ? എന്നിട്ട് നായിക നമ്മള് വേണോ? പിന്നെ വേണ്ടേ? എടി, നമ്മളാണോ പൈസ ഇറക്കണേ? അപ്പൊ നമ്മള് പറയണ പോലെ ചെയ്യാൻ പറ്റും.